ഹായ് ഗൈസ്, ഇന്നത്തെ ദിവസം അറിയാലോ, ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. ഇന്ന് യേശുവിനെ അറിയാമായിരുന്നു, നാളെ യേശുവിനെ കൊല്ലൂന്ന് യേശുവിനെ അറിയാമായിരുന്നു. അപ്പോൾ യേശു ശിഷ്യന്മാരെയൊക്കെ വിളിച്ച് സെഹ്യോൻമാളയിൽ വിളിച്ചു കൂട്ടി. ആദ്യം 12 പേരെയും ഇരുത്തി അവരുടെ കാലുകൾ യേശു കഴുകി, കാല് കഴുകി തുടച്ച്, അത് കഴിഞ്ഞ് അവർക്ക് യേശുവിൻ്റെ മാംസമായ അപ്പവും രക്തമായ പാലും ഉണ്ടാക്കി ശിഷ്യന്മാരെ കൊണ്ട് ഉണ്ടാക്കിച്ച് യേശു വിളമ്പിയ ദിവസമാണ്. അത് ഇന്ന് വ്യാഴാഴ്ച വൈകിട്ടാണ് നമ്മളെല്ലാവരും ആചരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ മൂത്ത കാരണന്മാരായ ആൾക്കാരാണ് ഈ അപ്പം നമ്മൾ മുറിക്കുന്നത്. കണ്ടോ, പെസഹ അപ്പം. ഇന്നലെ ഇതുണ്ടാക്കുന്ന റെസിപ്പി ഞാൻ കാണിച്ചായിരുന്നു. ഇതാണ് പെസഹ. ഇന്ന് പെസഹ അപ്പം ഇന്ന് രാത്രി മുറിക്കാൻ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. നോക്കാം. ഇനി നമുക്ക് പാല് നമ്മൾ കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ ഇതിന് വേണ്ട സാധനങ്ങൾ, നമ്മൾ തേങ്ങാപ്പാലിലാണ് ഈ പാലുണ്ടാക്കുന്നത്. ആദ്യം തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അതിൻ്റെ 1-ാം പാലും ആദ്യം എടുക്കണം. പിന്നെ അതിൻ്റെ 2-ാം പാലും ഉണ്ടാക്കണം. അപ്പം 2-ാം പാലും ശർക്കര ഞാൻ ഉരുക്കി അരിച്ചു വെച്ചേക്കണതാണ്. ശർക്കരയും 1-ാം പാലും കൂടി നമ്മൾ ആദ്യമേ കുറുക്കിയെടുക്കണം. ആദ്യമേ അതാണ് ചെയ്യേണ്ടത്. പിന്നെ 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റാണ് ഒഴിക്കേണ്ടത്. പിന്നെ ഒരു 4 സ്പൂൺ അരിപ്പൊടിയാണ് വേണം. അത് നമ്മൾ തേങ്ങാപ്പാൽ ഇങ്ങനെ കലക്കി, കട്ട വീഴാതെ കലക്കി വെക്കണം. പിന്നെ അതിന് വേണ്ട ചുക്കുപൊടി. ഇത്രയും മാത്രം മതി, പെട്ടെന്ന് കഴിയും കേട്ടോ. യേശുവിൻ്റെ തിരുരക്തം എന്നുള്ളതിൻ്റെ ഓർമ്മയ്ക്ക് നമ്മൾ ചെയ്യുന്നതാണ് ഈ പാല്. അപ്പം നമ്മൾ ഈ അപ്പം മുറിച്ച് ഈ പാലിൽ മുക്കിയാണ് നമ്മൾ രാത്രി കഴിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പം 2-ാം പാല് കുറുക്കാൻ വെച്ചിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി നമ്മൾ ഒഴിക്കേണ്ടത് ശർക്കര നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചേക്കണം. അതും കൂടെ ഒഴിച്ച് നമ്മൾ കുറുക്കിയെടുക്കണം. ഈ 2-ാം പാലും ഈ ശർക്കര കുറുക്കിയതും. പിന്നെ ഇനി നമ്മൾ 4 സ്പൂൺ അരിപ്പൊടി നമ്മൾ ഈ 2-ാം പാലിൽ കലക്കി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് പെട്ടെന്നാവും കേട്ടോ. പിന്നെ അധികം പണിയില്ല നമ്മൾ. അപ്പോൾ ഇത് കുറുകി വരുമ്പോഴത്തേക്കും, കുറുകി പാകമായി വരുമ്പോൾ ഇറക്കാറാവുമ്പോൾ നമ്മൾ ഈ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതൊന്ന് കുറുകിക്കോട്ടെ. നമ്മളിപ്പോൾ ഈ അരിപ്പൊടി ഒഴിച്ചതൊന്ന് കുറുകി വരണം കേട്ടോ. തിളച്ച് വരുമ്പോഴത്തേക്ക് അത് കുറുകി വരും. കുറുകി വരുമ്പോഴത്തേക്കും യേശു നാളെ ദുഃഖവെള്ളിയാഴ്ച യേശു നമുക്ക് വേണ്ടി പാപികളുടെ പാപങ്ങൾ മാറ്റുവാനായിട്ട് ക്രൂശിലേറിയ ദിവസമാണ് നാളെ. നമ്മളെല്ലാവരും രാവിലെ പള്ളിയിലായിരിക്കുമല്ലോ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ പള്ളിയിലായിരിക്കും. ഈ തൻപാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് ശർക്കര കുറച്ചായിട്ടേക്കണം. ശർക്കര ശരിക്കും കുറച്ചും കൂടി വേണം കേട്ടോ. ഇവിടെ മധുരം അധികം ഇഷ്ടമല്ല, അപ്പം അതുകൊണ്ട് മധുരം കുറച്ചായിട്ടിരിക്കണം കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇത് കുറുകി വരുമ്പോൾ കുറച്ച് ചുക്കുപൊടിയില്ലേ, ഇത് ചുക്കുപൊടിയും ഏലക്കായും ചുക്കുപൊടിയും കുറച്ച് ജീരകവും കൂടെ പൊടിച്ച് വെച്ചിരിക്കണതാണ്. അതൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കണം. ഒരു സുഗന്ധം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു സ്വാദും വരും, അതിന് വേണ്ടിയിട്ടാണ് അത് ഇടുന്നത്. ചുക്കുപൊടി മസ്റ്റാട്ടോ ഇതിന് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതാണ് പാല്. ഇത് നമ്മൾ 7 മണിയാകുമ്പം നമ്മൾ ബൈബിള് വായിച്ച് യേശു ശിഷ്യന്മാർക്ക് കൊടുത്തതാണ്. ഇതാണല്ലോ നമ്മൾ ഇന്ന് രാവിലെ കുർബാന അനുഭവിച്ച് വന്നത്. ഇതാണ് പള്ളിയിൽ നിന്ന് തരുന്നതിന് പകരം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്.
ഓക്കെ, ഇതാണ് പെസകാപ്പം. കണ്ടോ, കുരിശിട്ട പെസകാപ്പം, പാല്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് പാല്. മണം വരുന്നുണ്ട്. ഇത് പണ്ടൊക്കെ ഉണ്ടാക്കുന്നത് പുതിയ മൺകലത്തിലായിരുന്നു. ഞങ്ങളുടെ അമ്മയൊക്കെ ഞാൻ ചെറുതായപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പം മൺകലം ആരും ഉപയോഗിക്കേണ്ടതില്ല. ഇപ്പം മക്കളായപ്പോൾ അതൊക്കെ മാറ്റി ഇതിനായിട്ട് പുതിയ മൺകലം ഉപയോഗിക്കും. യൂസ് ചെയ്യ പാത്രമൊന്നും പണ്ട് ഉപയോഗിക്കില്ല. അത്ര റെസ്പെക്റ്റ് കൊടുത്തിരുന്ന ഒരു സംഭവമാണിത്. ഭയങ്കര റെസ്പെക്റ്റാണ്. അതായത് അപ്പവും പാലെന്ന് പറഞ്ഞാൽ ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, വിശുദ്ധിയുള്ള ഒരു സാധനമാണ്. ഭയങ്കര പവറാണ് ഇതിന്. എനിക്കറിയില്ല, അത് ഇന്നത്തെ ദിവസം ഇതിന് ഭയങ്കര അസാധ്യ ടേസ്റ്റായി പാലിനൊക്കെ. നമ്മളല്ലാതെ ഇതൊന്ന് കുറുക്കി നോക്കിക്കേ, ഇതിനൊരു ഇത്ര ഇതുണ്ടാവില്ല. ഇന്നത്തെ ദിവസം ഇതുണ്ടാക്കുമ്പോൾ ഈ പാലിന് ഭയങ്കര അസാധ്യ ടേസ്റ്റാണ്. അതിൻ്റെ മണമാണെങ്കിലോ നമ്മൾ ദൂരേന്നിൻ്റെ ഒരു സ്മെല്ല് കണ്ടോ, നല്ല, എനിക്ക് തന്നെ ഇപ്പം ഈ മണം വന്നിട്ട് കണ്ടോ, ഇത് ഭയങ്കര അസാധ്യമായി. ഇത് ഇന്നത്തെ ദിവസം എന്തോ ഒരു പവറുണ്ട് ഇതിന് കേട്ടോ. എനിക്കറിയില്ല, ഇത് നമുക്ക് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റാത്തുള്ളൂ. ഇത് ഭയങ്കര, നമ്മൾ ഒരുപാട് കട്ടിയാകാതെ ഇത് കുറച്ച് ലൂസിൽ ഇറക്കി വെക്കണം. അപ്പോൾ ഒരു അരമണിക്കൂർ വരുമ്പോൾ കുറി വരും. ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. പാല് റെഡി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബായ്. എല്ലാവരും നമ്മൾ നാളെ ദുഃഖ വെള്ളിയാഴ്ചയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, ബായ്.